ഇപ്പോൾ നവമി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എപ്പോഴാണ് അന്ത്യം സ്ഥിരീകരിച്ചത്? അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഭവ്യ, അല്പസമയത്തിന് മുൻപാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എന്ന വാർത്ത നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കാര്യം ഈ കുടുംബാംഗങ്ങൾ തന്നെ നമ്മളോട് അറിയിക്കും. നമ്മളെന്തായാലും ലിസി ഹോസ്പിറ്റൽ, എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസങ്ങളിലായി ചികിത്സയിലായിരുന്നു. ചില വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു കവിയൂർ പൊന്നമ്മ കുറച്ച് നാളുകളായി ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനെ തുടർന്നാണ് അല്പസമയത്തിന് മുൻപ് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്തായാലും കുടുംബാംഗങ്ങളടക്കം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അവസാന നാളുകളിൽ കവിയൂർ പൊന്നമ്മയോടൊപ്പം മക്കളടക്കമുള്ളവർ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം, മറ്റൊരു നഷ്ടം കൂടി ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള സിനിമാ മേഖലയിലെ വ്യക്തിത്വങ്ങൾ അവിടേക്ക് ആശുപത്രിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും. അതിനുശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും കുറച്ചധികം നാളുകളായി എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നമുക്കറിയാം, മലയാള സിനിമയിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ, അമ്മ കഥാപാത്രങ്ങളായി എത്തി മലയാളികൾക്ക് എപ്പോഴും പ്രിയങ്കരിയായി മാറിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. അവരുടെ വിയോഗം വാർത്ത വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം മലയാള സിനിമയിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ, ഒരു പിടി നല്ല സിനിമകൾ ചെയ്ത മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് കവിയൂർ പൊന്നമ്മ. എന്തായാലും അവരുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്പസമയത്തിന് മുൻപാണ് ലിസി ആശുപത്രിയിൽ കവിയൂർ പൊന്നമ്മയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മക്കളടക്കം, കുടുംബാംഗങ്ങളടക്കം അവസാന നിമിഷം അവരുടെ അടുത്തുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള സിനിമാ മേഖലയിലെ മറ്റ് താരങ്ങൾ അവിടേക്ക്, ചില ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. അവിടേക്ക് എത്തിയാൽ കൂടുതൽ വിശദാംശങ്ങൾ, ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. ഭവ്യ, തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ മരണവാർത്ത പുറത്തേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ആശുപത്രികളിൽ നിന്ന് നമുക്ക് ലഭ്യമായിരുന്നു. സംവിധായകൻ സിബി മലയിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സിബി മലയിൽ, മലയാള സിനിമയെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു അമ്മ മുഖമാണ്. തീർത്താൽ തീരാത്ത നഷ്ടം. എങ്ങനെ ഓർത്തെടുക്കുന്നു കവിയൂർ പൊന്നമ്മയെ? സിബി മലയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബന്ധുക്കളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ?